Hello everyone, welcome back to my YouTube channel, The Disha View Diaries. ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോവുകയാണ്. പൂരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായി, ഇനി കുറച്ച് നാളും കൂടി എക്സിബിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ പോകുന്നൊരു കാര്യമാണ് പൂരം എക്സിബിഷൻ. കഴിഞ്ഞ തവണയും മോനുണ്ടായതിന് ശേഷം ആദ്യത്തെ അവൻ്റെ എക്സിബിഷനായിരുന്നു, നമ്മളെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഇതവൻ്റെ രണ്ടാമത്തെ എക്സിബിഷൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതായിരുന്നു നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതെൻ്റെ മോനാണ്, പേര് ധ്രുവ. ധ്രുവയ്ക്ക് കാറിൽ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്. പാട്ടൊക്കെ കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ ഉറങ്ങുകയും ചെയ്യും. പക്ഷെ അവൻ നല്ലോണം എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. കാറ് മാത്രമല്ല, ഓട്ടോറിക്ഷയാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓട്ടോറിക്ഷയിൽ പോകാനാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ബൈക്കിലൊക്കെ ഇപ്പോഴാണ് ഇരുന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തു. ഇത് കുഴൽമന്നാണ്. കുഴൽമന്നത്തൊക്കെ റോഡ് പണി നടക്കാൻ തുടങ്ങിയിട്ട്, പാലം പണിയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം മാസങ്ങളായി. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് സംസാരിച്ചുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. റോഡ് മുഴുവൻ ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതേ കുഴൽമന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു മഴ പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നല്ല രസമല്ലേ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട്. ആ ഒരു ചൂട് ക്ലൈമറ്റൊക്കെ മാറി ഒന്ന് അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ മഴയൊക്കെ കണ്ട് നമ്മളിതേ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. അങ്ങനെ നമ്മൾ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. തൃശ്ശൂർ റൗണ്ടിലാണല്ലോ വടക്കുന്ന അതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇതാണ് എൻട്രൻസ്. എനിക്ക് പുതിയതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എല്ലാ വർഷവും ഉള്ളതുപോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ സിമിലറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും വരാതെ പോയാലൊരു സമാധാനം ഇല്ലല്ലോ, അതുകൊണ്ട് വന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഇത് എൻട്രൻസ് ആണ്. നമ്മൾ എക്സിബിഷന് കയറാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ടിക്കറ്റ് ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടോയ്സിൻ്റെ സെഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബെഡ്, ടേബിൾ ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ എന്നെ നോക്കിച്ചിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നി. നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ, പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ തൊട്ട് വലിയ സാധനങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വാങ്ങിച്ചേനെ എന്നുള്ളത്. ഞാൻ പിന്നെ അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഇത് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ്, അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കുട്ടികളുടെ ക്യാപ്സിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. ഇവിടെ ഫാൻസി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് നോക്കാനുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഭരണികളൊക്കെയാണ്. നല്ല രസമുണ്ട്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ സോൾട്ടും പെപ്പറും അങ്ങനെയൊക്കെ ആക്കി വെക്കാം. അതല്ലാതെ ഉപ്പിലിട്ടതാക്കി വെക്കാം. നല്ല ഭംഗിയുള്ള കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഗ്സും കപ്സൊക്കെ പല വെറൈറ്റി ഓഫ് സാധനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളതും ഡിസൈൻസ് ഉള്ളതും പല കളേഴ്സിലുള്ളതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ കൈൻഡ് ഓഫ് വിൻഡോ ഷോപ്പിംഗ് തന്നെയാണ് എക്സിബിഷന് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത്. ഒക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നല്ലാതെ അധികം സാധനങ്ങളൊന്നും തന്നെ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ 350 റുപ്പീസിന് ഇട്ടിരിക്കുന്നതായിരുന്നു. ഇതിൽ പല്ലാസോസും ഷോർട്ട് ടോപ്സ്, ക്രോപ്പ് ടോപ്സ്, കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസസൊക്കെ അവിടെ വച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ കുട്ടികളുടെ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് നോക്കിയുള്ളൂ. പിന്നെ വീണ്ടും ഒരു ടോയ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോന് ഇവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. കാറുകളും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട്. ഈ കാറൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, അവന് ഒരുപാട് കാഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്നൊരു പ്രായമാണല്ലോ.
അപ്പോൾ കൂടുതൽ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഓട്ടോറിക്ഷ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് മാത്രമാണ് നമ്മളവിടെ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറേ കുപ്പിവളകൾ കണ്ടായിരുന്നു. എനിക്ക് കുപ്പിവള വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചു, പക്ഷെ അവിടെ നിന്നല്ല വാങ്ങിച്ചത്. എനിക്ക് വേണ്ട കളറ് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. അത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് കമ്മലുകളുടെ ഒരു സെക്ഷനാണ്. ഞാനിതിന് മുമ്പ് ഗുരുവായൂർ പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടപ്പം എന്നോടൊരാൾ പറഞ്ഞിരുന്നു, ഒരാളല്ല, ഞങ്ങളുടെ ബിന്ദു മാം പറഞ്ഞിരുന്നു, കമ്മലുകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹരിത, അത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ സൂം ചെയ്തെടുക്കായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കമ്മൽ കണ്ടപ്പോൾ ആദ്യം ഓർത്തത് ബിന്ദു മാമിനെയാണ്. അപ്പോൾ ഞാൻ കമ്മലുകളൊക്കെ കുറച്ച് അടുത്തേക്ക് സൂം ചെയ്ത് വീഡിയോസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ള ബാഗ്സ് ആയിരുന്നു, ഡിഫറെൻറ്റ് ഷേപ്സിലും. കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഈ ബാഗ് കാണുമ്പോൾ ലൂയി വിത്തോണിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. മോനാണെങ്കിൽ നിലത്ത് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഹസ്ബൻഡ് അവനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അവൻ അച്ഛനെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് വീണ്ടും കുറേ അധികം ബാഗ്സ് ഇവിടെ ഉണ്ട്. ഇത് ചപ്പലിൻ്റെ കളക്ഷൻസാണ്. ജുത്തീസും അതുപോലെ സാൻഡിൽസും ഹീൽസും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഡിഫറെൻറ്റ് ഡിസൈൻസിൽ. പിന്നെ ഇത്ര അധികം ജുത്തീസിൻ്റെ കളക്ഷൻ എക്സിബിഷന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഒരുവിധം എല്ലാ കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാനിവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഇത് നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയ പോലെയാണ് എനിക്ക് തോന്നിയത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച് കഴിച്ചിരുന്ന മിഠായികളുടെ കളക്ഷനായിരുന്നു ഇത്. ഇതിലെ പല മിഠായികളും ശരിക്കും നൊസ്റ്റാൾജിയ തന്നെയാണ്. പഴയ മെമ്മറീസൊക്കെ നമുക്ക് വരും. പിന്നെ ഇത് അങ്ങനെ പുറത്തുള്ള ഷോപ്സിൽ കണ്ടിട്ടില്ല. ചിലതൊക്കെ കിട്ടും, പക്ഷെ വേറെ ചില മിഠായികൾ പുറത്തെ കടകളിലൊന്നും അങ്ങനെ കിട്ടാത്ത കാര്യങ്ങളായിരുന്നു. പുളിമിഠായി, ഇലഞ്ചി മിഠായി, പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഈ സ്പൂണിൽ കാണുന്നതും ഒരു ടൈപ്പ് പുളിമിഠായിയാണ്, തേൻമിഠായി ഒക്കെ കടകളിൽ കിട്ടും. നാരങ്ങ മിഠായി അതൊക്കെ കിട്ടും. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന, പിന്നെ എള്ളുണ്ട, ജീരക മിഠായി, ഇതൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ആ കാലമൊക്കെ ഓർമ്മ വന്നു. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഈ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു മിഠായി ഉണ്ടല്ലോ, ഇങ്ങനെ ഒട്ടുന്നൊരു ടൈപ്പ് മിഠായി, കോഫിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞാനത് വാങ്ങിയിരുന്നു, പക്ഷെ ഇത്തവണ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് വേറെ കുറേ ഐറ്റംസ്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ചെയ്തത്. ഇത് കുറേ കീ ചെയിൻസിൻ്റെ ഒക്കെ ഒരു സ്റ്റോളായിരുന്നു. നല്ല ഭംഗിയുള്ള കീ ചെയിൻസ് ഉണ്ടായിരുന്നു. ബോട്ടിൽസ്, അതുപോലെ സിപ്പേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. ചവിട്ടികൾ, മാറ്റ്സ്, ബെഡ്ഷീറ്റ്സ്, കുറേ അധികം സാധനങ്ങൾ ഓരോ സ്റ്റോളുകളിലായിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോൾ മോൻ കുറച്ചധികം റെസ്റ്റ്ലെസ് ആയിരുന്നു. അവനിങ്ങനെ ഇറങ്ങി നടക്കണം, എല്ലായിടത്തും പോകണം. ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയിരുന്നു. ഒബ്വിയസ്ലി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ആളുകളുടെ റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു ശരിക്കും, ഇങ്ങനെ വഴി തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ കയ്യിൽ വിട്ടു പോയാലോ എന്നൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് അവൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. ഇവിടെ കുറേ കുർത്തീസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഡിസൈൻസിലൊക്കെ ഉള്ള കുർത്തീസായിരുന്നു ഇത്. കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. കുറേ ആളുകളത് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റോളിലും അത്യാവശ്യം ആളുകളുടെ തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ മാത്രമാണോ ഒന്നും വാങ്ങിക്കാത്തതെന്നുള്ളത്. പിന്നെ ദുപ്പട്ട, സാരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സാമ്പ്രാണി പോലത്തെ അത് പുകയ്ക്കുന്ന അതാണ് കേട്ടോ. പിന്നെ ടേബിൾ ഷീറ്റ്സ്, ഒരു ടേബിൾ ഷീറ്റ് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ആയിരുന്നു. പക്ഷേ അതെനിക്കിതിൽ കിട്ടിയില്ല. അത് ഫുൾ ഡിസൈൻസ് ഉള്ളതായിരുന്നു. പിന്നെ ഇതിങ്ങനെ ബെൽറ്റ്, അഗെയിൻ കൂളിംഗ് ഗ്ലാസസിൻ്റെ ഒക്കെ കളക്ഷൻസ് ആയിരുന്നു.
പിന്നെ ദേ ഇവിടെ ഹൽവ വെച്ചിരിക്കുന്നത് കണ്ടു. ഇതിൽ ഒരുവിധം എല്ലാ കളേഴ്സിലുള്ള ഹൽവയും വെച്ചിരിക്കുന്നത് കണ്ടു. ഹൽവ ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ദേ ഇത് ഡൈകാസ്റ്റിൻ്റെ കാറുകളാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സിലുള്ള കാറുകളുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ വാങ്ങിച്ചത് മോന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. എത്ര 380 ആ റേഞ്ചിലൊക്കെയാണ്. ഈ കാണുന്ന ഓട്ടോറിക്ഷയാണ് മോന് വാങ്ങിച്ചത്. ഇതൊരു വേറൊരു ഫാൻസി ഐറ്റംസ് കിട്ടുന്നൊരു സ്റ്റോളായിരുന്നു. അവിടെയും ഞാൻ എനിക്ക് വേണ്ട വളയും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ ഇത് ദുപ്പട്ടാസ് ഉണ്ട്, ഇങ്ങനെ ക്ലോത്ത് ബാഗ്സ് ഉണ്ടല്ലോ അത്. പിന്നെ ഇത് ഈ നമ്മൾ കീ ഒക്കെ തൂക്കിയിടുമല്ലോ, കീ ഹോൾഡർ, അതാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് കുറേ ഈ ഫ്രൈഡ് ഐറ്റംസ്, മുറുക്ക്, ചിപ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മിക്സ്ചർ ഉണ്ടായിരുന്നു. ഇതവർ ടേസ്റ്റ് ചെയ്യാനും തരും കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചില്ല, ടേസ്റ്റ് ചെയ്തുമില്ല. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ശരിക്കും കാണുമ്പോൾ നമുക്കിത് വാങ്ങിക്കാനും കഴിക്കാം. മതി ഇത് മതി. ഇതേപോലത്തെ ഒരു കട്ട ചുക്കാപ്പി, വേറെ കാപ്പിപ്പൊടി പഞ്ചസാര ചുക്കുന്ന പനമ്പളത്തിൽ കാണുന്ന 12 തരം ആയുർവേദ ചേരുവകൾ ചേർക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ടതിന് 2 വർഷത്തോളം. റേറ്റ് വരുന്നത് 1/2 കിലോന്റെ ബോക്സ് 300 250. ഫ്രിഡ്ജിൽ വെക്കേണ്ട 2 വർഷം കേടാണ്. നോക്കിയാൽ മതി. എന്റെ പേര് രോഹിത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വീഡിയോയ്ക്ക് വേണ്ടി രണ്ടാമത് പറഞ്ഞതാട്ടോ. ആദ്യം ഇവനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞതാ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ എനിക്കത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനതിൽ വോയിസ് ഇട്ടത്. അപ്പോൾ ഞങ്ങളിതേ വീണ്ടും നടന്നു. അതിനിടയിൽ ബുക്സ് കണ്ടു. ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചില്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ കൊടുക്കുന്നൊരു സ്റ്റോളാണ്. ഇതിങ്ങനെ അച്ചിൽ വരുന്ന മെഹന്തി ഇടുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ടൈപ്പ് പൊട്ടുകൾ, ബിൻഡീസ് ഉണ്ടായിരുന്നു. പിന്നെ അഗെയിൻ ഇതിങ്ങനെ സ്നാക്സിൻ്റെ ഒരു ഏരിയ ആണ്. ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഗുലാബ് ജാമുൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും അത് കഴിച്ച് നോക്കാൻ വേണ്ടി. ഇത് കിഡ്സിൻ്റെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇടുന്ന കാഷ്വൽ വെയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ടല്ലോ, അതിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. പിന്നെ കുറേ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ചിക്കൻ കാരി കുർത്തീസും അതുപോലെ ചിക്കൻ കാരി മെറ്റീരിയലിലുള്ള ഡ്രസ്സസ് കിട്ടുന്നൊരു സ്റ്റോളായിരുന്നു. ഡയബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ചിക്കൻ കാരി തന്നെ വരുന്ന എംബ്രോയ്ഡറി ഉള്ള ഐറ്റംസ് ആയിരുന്നു ഈ സ്റ്റോളിൽ. ഇത് ജ്യൂസസൊക്കെ കിട്ടുന്ന സ്റ്റോളായിരുന്നു. നറുനീന്തി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്തോ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണെന്ന് തോന്നുന്നു. ടൈലൂസിൻ്റെ, അതെ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ആണ്. അപ്പോൾ അതൊന്ന് നോക്കി. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റോൾ ഇതായിരുന്നു. ഈസ്തറ്റിക് ആയിട്ടുള്ള കുറേ അധികം ഡെക്കോർ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബുദ്ധയുടെയൊക്കെ ഈ ഒരു ഡെക്കോർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഇത് ആ കാണുന്ന ബുദ്ധ ആയാലും അതിൻ്റെ അടുത്തിരിക്കുന്ന കൃഷ്ണൻ്റെ ആയാലും നല്ല ഭംഗിയുള്ള ഇതായിരുന്നു, സ്റ്റാച്യൂസായിരുന്നു അത്. നെറ്റിപ്പട്ടം, പിന്നെ കൃഷ്ണൻ്റെ കുറേ അധികം വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ, ബുദ്ധയുടെ ഒരു ഫ്രെയിം, ബുദ്ധയുടെ മാത്രമല്ല കേട്ടോ, ഗണപതിയുടെ ഒക്കെ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഊഞ്ഞാലിരിക്കുന്നൊരു വിഗ്രഹം, ഞാനത് നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാണുന്നത് അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇവിടുത്തെ എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പഴയ ടൈപ്പ് ആഭരണ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നൊരു ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. ഇതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, പിന്നെ സോളാർ ആയതുകൊണ്ട് വാങ്ങിച്ചില്ല. 280 റുപ്പീസായിരുന്നു അതിൻ്റെ റേറ്റ്. ഇത് അഗെയിൻ ഈ ജീരക മിഠായിയിൽ തന്നെ വരുന്ന വെറൈറ്റീസ്, ജെല്ലി മിഠായി, അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മെറ്റൽ ബാംഗിൾസാണ്. നേരത്തെ കുപ്പിവളകളാണല്ലോ കണ്ടത്, അപ്പോൾ ഇത് ഫുൾ മെറ്റൽ ബാംഗിൾസാണ്. സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ബാംഗിൾസാണ്. അതിന് കുറച്ചധികം റേറ്റ് ഉണ്ട്, 400-500 റുപ്പീസൊക്കെ വരുന്നുണ്ട്. ഇത് പാകിസ്ഥാനി ദുപ്പട്ടാസാണ്, സാരീസ് ഉണ്ട്. അച്ചാറിൻ്റെ സെക്ഷനാണിത്. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു അച്ചാർ വാങ്ങിക്കാറുണ്ട്. കൂടുതലും ഗാർലിക്
പിക്കിളാണ് വാങ്ങിക്കാറുള്ളത്. ഇത്തവണ അത് വാങ്ങിച്ചില്ല. അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് അച്ചാർ ഇതിലുണ്ട്. മാങ്ങ, നാരങ്ങ, മാങ്ങയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഡേറ്റ്സിൻ്റെ, പൈനാപ്പിളിൻ്റെ കുറേയധികം വെറൈറ്റീസ് ഓഫ് അച്ചാറുണ്ട്. ഇതെന്തോ കുടുംബശ്രീയുടെ ഒരു സ്റ്റോളായിരുന്നു. അവരുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആയിരുന്നു. സോപ്പ്, അതുപോലെ ഹെയർ ഓയിൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവരത് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എണ്ണകൾ, റോസ്മേരി വാട്ടറായിട്ടും പിന്നെ അതിൻ്റെ ഇലയും അവിടെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കപ്പലണ്ടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതവർ നമുക്ക് തൂക്കത്തിനനുസരിച്ച് പാക്ക് ചെയ്ത് തരുന്നതാണ്. അതേ ഉണ്ടംപൊരി എനിക്കിഷ്ടമാണ്. പിന്നെ വേഫർ പോലത്തെ ഒരു സാധനമാണിത്. ഈ ഫ്രെയിം ആ ചേട്ടൻ എനിക്ക് കാണിച്ചു തരായിരുന്നു. ഇതിങ്ങനെ കൃഷ്ണൻ്റെ കണ്ണിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും നമ്മളുടെ വ്യൂ മാറുന്നതിനനുസരിച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫ്ലവർ വേസസ്, അതുപോലെ ഫ്ലവേഴ്സ് നമുക്ക് ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീണ്ടും ബാഗ്സിൻ്റെ കളക്ഷൻസാണ്. ഇവിടെ ചെരുപ്പുകളാണ്. മെൻസിൻ്റെ ചെരുപ്പായിരുന്നു ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത്, മെൻസ് വെയർ. അതുപോലെ കിഡ്സിൻ്റെയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വാങ്ങിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്തു തരുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. 100 rupees ആയിരുന്നു. ഫോണിലുള്ള ഫോട്ടോസ് കൊടുത്ത് അവർ ഫ്രെയിം ചെയ്ത് തരും. ഇത് കുങ്കുമമാണ്. അതിലിത് നല്ല ബ്രൈറ്റ് റെഡ് കളറായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതായിരുന്നു. ഇത് ക്ലോത്ത് ബാഗ്സിൻ്റെ സെക്ഷനാണ്. ക്ലോത്ത് ബാഗ്സ് ഡിഫറെൻറ്റ് ഡിസൈൻസിലും കളേഴ്സിലൊക്കെ ഉള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. അഗെയിൻ ലേഡീസ് വെയേഴ്സ് ആൻഡ് ഫാൻസി ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് റൈഡുകളാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിൻ പോലുള്ളൊരു റൈഡാണ്. പക്ഷേ മോന് അത്രയും ഏജ് ആയിട്ടില്ല, അവൻ 1.5 വയസ്സേ ആയിട്ടുള്ളൂ. റൈഡ് പിന്നെ എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമുക്കറിയില്ല. സേഫ്റ്റി മെഷേഴ്സൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ എക്സിബിഷനൊക്കെ. അതുകൊണ്ട് നമ്മളതിൽ കയറിയില്ല. പേരൻസ് ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഇരിക്കാം കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ ഇത് ബജ്ജീസാണ്. കോളിഫ്ലവർ ബജ്ജി, മുളക് ബജ്ജി, കായ് ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി കൊള്ളാമായിരുന്നു. അങ്ങനെ നമ്മൾ പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഞാൻ വീഡിയോ എടുക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഇത് ജയൻ വീലും അതുപോലെ ആ ഒരു ഷിപ്പ്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഷിപ്പ് പോലെയുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു. ജയൻ വീലിൽ ആളുകളുണ്ടായിരുന്നു. ഈ ഷിപ്പിൽ ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ജയൻ വീലിൽ ഒരിക്കൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ, ഒരു 2-3 years മുമ്പ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ജയൻ വീൽ എക്സ്പീരിയൻസ്. അതിന് ശേഷം ഞാൻ കയറിയിട്ടില്ല. പിന്നെ വേറെ കുറേ കുട്ടികൾക്കുള്ള റൈഡ്സൊക്കെ ഉണ്ട് അവിടെ. കുട്ടികളുടെ പ്ലേ ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലെല്ലാം ആക്സസ് കിട്ടും. പിന്നെ ഇത് പാനിപൂരി, പാവ്ഭാജിയൊക്കെ കിട്ടുന്നൊരു ഏരിയ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റോളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ISROൻ്റെ സ്റ്റോളായിരുന്നു. നമ്മളെല്ലായിടത്തും ഒന്നും കയറിയില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള 2-3 സ്റ്റോളുകളിൽ മാത്രമേ നമ്മൾ കയറിയുള്ളൂ. ബിക്കോസ് ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ എത്താൻ തന്നെ ഒരു 2 to 2.5 hours ടൈം എടുത്തായിരുന്നു. അപ്പോൾ അത്രയും ദൂരം നടന്നു വന്ന് നമ്മൾ എക്സോസ്റ്റഡ് ആയിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2-3 സ്റ്റോളുകളിൽ മാത്രമേ നമ്മൾ കയറിയുള്ളൂ. ISROൻ്റെ എനിക്ക് എപ്പോഴും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. നത്തിങ് ന്യൂ ആയിരുന്നു. പിന്നെ ഈ പ്ലാനറ്റ്സിൻ്റെ ഈ ഒരു ഇത്, അതായത് നമ്മളുടെ വെയിറ്റ് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ബാക്കിയെല്ലാം സിമിലറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇതിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ നമ്മളുടെ വെയിറ്റ് ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിൽ എങ്ങനെയാണെന്ന് കാണും. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എർത്തിലോട്ട് നോക്കിയപ്പോൾ 61.2, ഞാനൊരു 57-58 റേഞ്ചിലായിരുന്നു ആഫ്റ്റർ ഡെലിവറി എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. സോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു 61.2. എനിക്ക് പിന്നെയും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും എർത്തിലോട്ട് തന്നെ നോക്കുകയാണ്. അപ്പോൾ അഗെയിൻ 61.2. അപ്പോൾ ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്. കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിലുള്ള വെയിറ്റൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് എനിക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ഇത് ആക്ച്വലി ഒരു ഫ്ലെക്സ് പോലൊരു സംഭവമാണ്. പക്ഷേ ഇതിങ്ങനെ വീഡിയോയിൽ സൂം ചെയ്ത് നോക്കുമ്പം ഒരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. ഒരു 3D ഇമേജ് പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് NCCയുടെ സ്റ്റോളായിരുന്നു. ശരിക്കും ഇതിനെ സ്റ്റോൾ എന്നല്ല പറയാം, പവലിയൻ എന്നാണ് പറയാം. ഞാൻ സ്റ്റോളിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇത് ഗുരുവായൂർ
അതിൻ്റെ ഒരു സ്റ്റോളാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിനകത്തേക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന എന്തൊക്കെയോ ഫ്രെയിംസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് വെറ്റിനറി സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോളാണ്. ഇവിടെ പല ടൈപ്സ് ഓഫ് എഗ്സ്, പല സൈസിലും ഷേപ്സിലുള്ള ഗൂസ് എഗ്ഗ്, അതുപോലെ എമൂൻ്റെ, ഓസ്ട്രിച്ചിൻ്റെ, അങ്ങനെ ഡിഫറെൻറ്റ് എഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ആനിമൽ ബോൺസും വാരിയല്, നട്ടെല്ല്, അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എക്സൈസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. ഇത് കേരള പോലീസിൻ്റെ സ്റ്റോളിൽ എപ്പോഴും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണയും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ട്രോൾസ് പോലെ, പക്ഷേ ആളുകൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മൾ പൈസ മാറി ട്രാൻസാക്ഷൻ ചെയ്താൽ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി, മൊബൈൽ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ അതേ ഫേക്ക് അക്കൗണ്ടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, ആധാർ നമ്പർ എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് തടയാം. വളരെ ഇൻഫോർമേറ്റീവായിട്ടാണ് തോന്നിയത് ഈ കാര്യങ്ങളൊക്കെ. പാസ്വേഡുകൾ എങ്ങനെ സ്ട്രോങ് ആക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ട്രോളിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണ്ടോ, AI ക്യാമറേനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ട്രോള് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ഡ്രഗ് അഡിക്ഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റിയിട്ടുള്ളൊരു അവെയർനെസ് പോലെ ഒരു വിഷ്വൽ റിപ്രസെൻറ്റേഷനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ക്യാരം ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ നമുക്കത് കളിക്കാം. ഒരു പഞ്ചിങ് ഏരിയ ഉണ്ടായിരുന്നു, പഞ്ചിങ് ബാഗൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെയും ജയിലിൻ്റെയും ഒരു മോഡൽ പോലെ അവർ കൊടുത്തിട്ടുള്ളതാണ്. ജയിലിനകത്തൊരു AI ഇമേജിലുള്ള ഒരാളിരിക്കുന്ന പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എക്സിബിഷന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.